താങ്കളിലേക്ക് വരാം. പക്ഷേ ഫക്രുദ്ദീൻ അലി ചാർസോപ്പാർ എന്നുള്ള കാര്യം അതിൽ നിന്നാലും താഴേക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ BJP നേതാക്കൾ പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. പിന്നെയുള്ളത് ഈ കർത്തവ്യ പഥിലെ ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി പോലും തീരുമാനിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ള ഒരു കൃത്യമായ ധാരണയിൽ തന്നെയല്ലേ പോകുന്നത്? തിരിച്ചടി ഉണ്ടാവും എനിക്കും തോന്നുന്നില്ല. ഇനിയിപ്പോ അത് ഈ കോൺഗ്രസ് ഒക്കെ സ്ഥിതി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത്തരമൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തട്ടെ. ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത്, ജനവിധിയെ അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ, ജനവിധിയെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ ആർക്കാണ് സത്യപ്രതിജ്ഞ സംഭവിക്കണമെന്നുണ്ടോ? അപ്പം അതെ, ഇത് ആ ഒരു 400 എന്നുള്ളത് അന്നത്തെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും പിന്നെ പ്രതിപക്ഷത്തിന്റെ അനൈക്യം എല്ലാം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അത് ഏതാണ്ട് പോസിബിൾ ആണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ആവേശത്തെ പുറത്ത് പറഞ്ഞതാണ്. അത് തെറ്റിപ്പോയെന്ന് അവർക്ക് തന്നെ തോന്നുന്നു. പക്ഷേ രാമക്ഷേത്രം എഫക്ട് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ ഇല്ല എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടല്ലോ. ഉണ്ട്, UP-യിലൊക്കെ ഉണ്ട്. UP സംഭവം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. അതിപ്പോൾ അവിടെ പോയോ ജേർണലിസ്റ്റുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. അത് വളരെ സൈലന്റ്, ഇവർ സ്ത്രീകളുടെ ഇടയിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിലാണ് പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഈ എന്താണ് ന്യായ പദ്ധതി പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഈ പറഞ്ഞ പഠന പത്രിക കൂടുതൽ ചർച്ചയാവുന്നത്. എനിക്കൊന്ന് യൂത്തിൻ്റെ ഇടയ്ക്ക് ഒരുപക്ഷെ കൂടുതൽ വോട്ട് ഇവർക്ക് കോൺഗ്രസ് ഒരുപക്ഷെ അർബൻ ഏരിയയിലൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. ഇന്ത്യ സഖ്യത്തിന് ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അതർവൈസ് മോഡി ഒരു 330 വരെയുള്ള NDAക്ക് ഒരു 330, BJPക്ക് ഒരു 300 വരെയുള്ള സീറ്റുകൾ കിട്ടി അവർ കൺസോൾഡേറ്റ് വരും. കാരണം ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഉത്തരേന്ത്യയിലെ മണ്ണ് ആ കാലഘട്ടത്തിൽ കൺസോൾഡേറ്റ് ചെയ്ത് വെച്ചത്, അതേപോലെ കൺസോൾഡേറ്റ് ചെയ്ത് വെക്കുകയും എന്നാൽ പ്രസൻസ് ഇല്ലാത്ത ഇപ്പോൾ കേരളം പോലുള്ള പ്രദേശത്ത് പോലും സീറ്റുകൾ നേടിയെടുക്കാൻ ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 സീറ്റ് കണ്ടു മടുത്തതല്ലേ, ഇനി അതുകൊണ്ടൊന്ന് മാറ്റി ചെയ്യാമെന്ന് ആരെയും വിചാരിച്ച് 2 സീറ്റ് കുറഞ്ഞാൽ പോലെ അത് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് 2 സീറ്റുകൾ തിരുവനന്തപുരം, തൃശ്ശൂർ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. അതുപോലെ തന്നെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സഖ്യം അവർ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നിയമസഭാ ഇലക്ഷനിൽ ഒറീസയിൽ ബിജു ജനതാദൾ വന്നാൽ പോലും ലോക്സഭാ ഇലക്ഷനിൽ BJP മുൻതൂക്കം സാധ്യതയുണ്ട്. ബംഗാളിൽ 3-4 സീറ്റ് കൂടുതൽ സാധ്യതയുണ്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കുറയാൻ മാർജിനായി കുറയാൻ സാധ്യതയുള്ള സീറ്റുകളെ അവർക്ക് മറികടക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ അനൂപ് സൂചിപ്പിച്ച കാര്യമുണ്ട്, ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗാന്ധി സിനിമ കണ്ടതിന് ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് എന്ന്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് മൂപ്പര് ട്രോളാക്കിയതാണ്. ഇടയ്ക്ക് ട്രോളൊക്കെ അല്ല, BJPക്കാരെ ആവേശം കൊള്ളിക്കാനും മറ്റുള്ളവരെ നെഗറ്റീവായി കാണിക്കാനും മോഡി ട്രോള വെക്കുന്ന പരിഹാസത്തിനുണ്ടല്ലോ. മോഡി ഉസ്താദാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയെ വെച്ചുകൊണ്ട് ട്രോൾ അതിപ്പം അല്ല, ഇത് മഹാത്മാഗാന്ധി അല്ലല്ലോ ട്രോളാക്കിയത്. ട്രോളാക്കിയ കോൺഗ്രസ്സുകാർക്കും മറ്റേ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇട്ട് പണി കൊടുത്തതല്ലേ. മഹാത്മാഗാന്ധിയെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. സത്യത്തിൽ മഹാത്മാഗാന്ധി ഇത്രയും വലിയ ഗാന്ധി സിനിമ വരാൻ കാരണം എന്താ? അതിന് മുമ്പേ ഗാന്ധിനെ അറിയാവുന്ന ഐൻസ്റ്റീൻ ഗാന്ധിയെ പറ്റി എന്താണ് പറഞ്ഞത്? ലോകം മൊത്തം അറിയാവുന്നതല്ലേ. മണ്ടേല, അതുപോലെ കെനിയയിൽ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനി, ഇവരെല്ലാം തന്നെ ഇവർക്കെല്ലാം ആവേശം കൊടുത്ത ആളല്ലേ മഹാത്മാഗാന്ധി. അത് മൂപ്പര് ഈ പറഞ്ഞ കോൺഗ്രസിനെ ഒന്ന് ഡിമോലൈസ് ചെയ്യാനും BJPയിലെ ട്രോള വെക്കുന്ന പയ്യന്മാർക്ക് ഒന്ന് ആഘോഷിക്കാനും ഒരു സംഭവം ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ പക്ഷേ അനൂപ് അതിനോട് യോജിക്കില്ല. അനൂപ് അങ്ങനെയല്ലല്ലോ. എന്തായാലും അല്ല, അങ്ങനെ ട്രോളിറക്കേണ്ട ആളാണ് മഹാത്മാഗാന്ധി എന്ന് നിസ്സാര, അതൊന്നും പ്രശ്നമില്ല എന്ന് ഫക്രുദ്ദീന് തോന്നുന്നെങ്കിൽ ഞാൻ എന്ത് പറയാൻ. എന്റെ തോന്നലല്ല, എന്റെ തോന്നലല്ല, എന്റെ റീഡിംഗ് ആണ് കാര്യത്തിൽ. മോഡി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കൂടിയാണ് താങ്കൾ അത്ര ലാഗ്. അതല്ല, അതിപ്പോ ഞാൻ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇമോഷൻ ഇല്ലാതെ തന്നെയാണ് കാണുന്നത്. കാരണം മോഡി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ നോക്കും. മോഡിയെ പഠിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ, മഹാത്മാഗാന്ധി അറിയുന്ന ആളെന്ന രീതിയിൽ സ്വാഭാവികം എനിക്കതല്ല വേറെ ഒന്നും തോന്നുന്നില്ല. കാരണം മഹാത്മാഗാന്ധിയെ ലോകം മൊത്തം അറിയാവുന്ന ആളാണ്. ഐൻസ്റ്റീൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് എല്ലായിടത്തും സ്വാതന്ത്ര്യ സമര സേനാനികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളെ ലോകം അറിയില്ല എന്ന് പറഞ്ഞാൽ എവിടെ മനസ്സിലാവുക? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒരു സ്ഥിരം ഇറക്കുന്ന ട്രോളുകൾ പോലെ ട്രോളായിട്ട് എനിക്ക് തോന്നി. അതിൽ ശരിയാണെന്നുള്ള വേറെ കാര്യം. പിന്നെ അനൂപ്, അതിന് മഹാത്മാഗാന്ധിയെ അപമാനിച്ചു മോദി, ഇതാണല്ലോ നിങ്ങളുടെ വെർഷൻ. തീർച്ചയായും മഹാത്മാഗാന്ധിയെ ഇവിടെ ഫക്രുദ്ദീൻ അലി തന്നെ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരു ട്രോൾ എന്ന നിലയ്ക്കാണ് അതിനെ കാണുന്നത്. എന്താ അങ്ങനെ ട്രോൾ ചെയ്യാനുള്ള ആരെങ്കിലും മേൽ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ് ഗാന്ധി എന്ന് നരേന്ദ്രമോദി കരുതുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിക്കെതിരെയുള്ള അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന അല്പത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കുറച്ചു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
മഹാത്മാഗാന്ധി ആറ്റൻബറോയുടെ സിനിമ അതിനെ ലാഘവത്തോടുകൂടി നിർമ്മമതയോടുകൂടി കാണാൻ കഴിയുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ ഗാന്ധി അങ്ങനെയാണോ? ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ച, ലോകത്തിന് വിളക്കും വെളിച്ചവുമായ, ഈ പറയുന്ന നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മണ്ടേലെ പോലെ, ഐൻസ്റ്റീൻ പോലുള്ള ആളുകളുടെ ആശാകേന്ദ്രമായ, ലോകത്തെങ്ങുമുള്ള പ്രതിരോധ മൂവ്മെന്റുകൾക്ക് ആത്മീയ പ്രചോദനമായൊരു മനുഷ്യനെ ഈ പറയുന്ന തരത്തിൽ അപമാനിച്ചതിന് ശേഷം അതിനെ ലാഘവത്തോടു കൂടി നൊബേൽ കമ്മിറ്റി പോലും പിന്നീട് മാപ്പ് പറയുന്ന ഒരു വിശേഷമുണ്ടായി. നൊബേൽ പ്രൈസ് ഗാന്ധിജിക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ. അതെ, മഞ്ജുഷ് വേദാരുണ്ട്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഞാനും മഞ്ജുഷും തെരുവ് കിടക്കുന്ന ഒരു സാധാരണ മനുഷ്യനും നരേന്ദ്രമോദി, മഹാത്മാഗാന്ധി, ടാഗോർ ഒക്കെ ഒരേപോലെ ഡീൽ ചെയ്യപ്പെടേണ്ടതാണെന്നാണ്. ആർക്കും ഒരു പ്രത്യേക ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് സോ കോൾഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കേരളത്തിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന സാധനം പറയും. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ എന്തോ യാഗവുമായിട്ട് സന്യസിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, ഞാൻ മിണ്ടാതിരുന്നതിന്, പക്ഷേ പറഞ്ഞിട്ടില്ല. ശരി, നമ്മളെ ഈ സപ്താഹം വായിക്കുന്ന യോഗാചാര്യന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മുമ്പുള്ള ദ്വാപര യുഗത്തിലൊക്കെ നമ്മൾ ഈ കാട്ടിൽ പോയിട്ട് മരത്തിൻ്റെ മുകളിൽ ഒറ്റക്കാലത്ത് അവസ്ഥ ചെയ്താൽ മാത്രമേ ഈ പറയുന്നതിൻ്റെ ഈ ദൈവത്തെ നമുക്ക് സ്മരിക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അന്ന് ധർമ്മമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ന് ഇത്രയും നമ്മൾ പ്രശ്നങ്ങൾ മായയുടെ പിടുത്തം അതിശക്തമായ ഒരു സാഹചര്യത്തിൽ ജസ്റ്റ് ഒന്ന് രാമനാമൻ ജപിച്ചാൽ വരെ അത് തപസ്സിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം ബിഗ് ബോസ് പോലെയുള്ള ഒരു ചുറ്റുപാടിൽ ഇത്രമാത്രം ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മോഡിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഈ പറയുന്ന തപസ്സിനെ പറ്റിയൊക്കെ പഠിച്ച ആളുകൾ. ശരിയാണ്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സ്വകാര്യത വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. സുരക്ഷാ ഭടന്മാരാൽ വലയം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ശ്രീ ടി പി ജയേന്ദ്രൻ. ഈ താങ്കൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന ഇക്കാര്യത്തിലാണല്ലോ. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയായി പോയി പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത് എന്നുള്ള കാര്യം. ഗാന്ധി സിനിമ കണ്ടതിന് ശേഷമാണ് ലോകം ഗാന്ധിജിയെ അറിഞ്ഞത് എന്ന മോദിയുടെ പ്രസ്താവന. ശരി, ടി പി ജയേന്ദ്രൻ, താങ്കളുടെ മറുപടി. മഞ്ജുഷേ, അനൂപിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. എന്റെ കയ്യിൽ മഞ്ജുഷിന്റെ നമ്പറും ഉണ്ട്, ഫക്രുദ്ദീൻ അലിയുടെ നമ്പറും ഉണ്ട്. രണ്ടുപേർക്കും ഞാൻ ഈ ABP ന്യൂസിൽ നരേന്ദ്രമോദി കൊടുത്ത ഇന്റർവ്യൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അയച്ചു വന്നിട്ടുണ്ട്. ഇവിടെ പൊട്ടൻ ആനയെ കണ്ട മാതിരിയിൽ കണ്ടമുറി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചവര് ആരോ എഴുതി കൊടുക്കുന്ന വാട്സപ്പിലെ ചില വാക്കുകൾ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമായത്. ഇത് നമ്മൾ അനുഭവിച്ചതല്ലേ. ഒരു 15 ലക്ഷം ഉറുപ്പിക അക്കൗണ്ടിൽ ഇടുന്ന കഥ പണ്ട് പറഞ്ഞിരുന്നു. അത് ഞാൻ അടുത്ത് കണ്ടത് കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ പറഞ്ഞപ്പോൾ, ചേട്ടാ അങ്ങനെയല്ല മോദി ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കൊടുത്ത് ഞാൻ കേട്ടു. ഞാൻ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ വായിക്കാം. എന്താണ്? മോഡി വാസ് ആൻസറിംഗ് ടു എ ക്വസ്റ്റ്യൻ. ഇൻ ദ പാസ്റ്റ് 75 years, was it not our responsibility to let the world know about him? No one knew of him. അതായത് പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്, കഴിഞ്ഞ 75 വർഷമായി ലോകം ഗാന്ധിജി അറിയപ്പെട്ടിട്ടുണ്ടോ വേണ്ടതുപോലെ? അത് നമ്മുടെ ചുമതലയായില്ലേ? എന്താണ് മോഡി പറയുന്നത്? പാസ്റ്റ് ഗവൺമെന്റ്സ് ഡിഡിന്റ് കൺസേർവ് ഹെറിറ്റേജ് ഡ്യൂ ടു ദ സ്ലേവ് മെന്റാലിറ്റി വിത്തിൻ ദ ഫിലിം. മെന്റാലിറ്റി ഫുൾ സ്റ്റോപ്പ്. വെൻ ദ ഫിലിം ഗാന്ധി വാസ് മെയ്ഡ്, it attracted global interest. We have not done this. The film, it was done by India-UK co-production by Richard Attenborough. If the world knows Martin Luther King and Nelson Mandela, Gandhiji was no less. This I am stating after my worldwide travels. We have to accept that Gandhi and his thought through him, India should have received its share of attention in the world. Gandhi is a solution to many of the global issues today. വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്ത ലോകത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്നും കോൺഗ്രസിന്റെ നശിച്ച മെന്റാലിറ്റി ആ ഗാന്ധിയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഒരു കുടുംബത്തെ അംശാധിപത്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ ആ പാവപ്പെട്ട മനുഷ്യന്റെ പ്രചരണത്തിന് അവരുടെ സ്ലേവ് മെന്റാലിറ്റി ഒരിക്കലും അനുവദിച്ചില്ല. അദ്ദേഹം പറയുന്നു, ഞാനിത് പറയുന്നത് ലോകമെമ്പാടും സഞ്ചരിച്ചതിന്റെ അനുഭവത്തിൽ ഏതുപോലെയാണോ മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ലോകത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപകാരപ്രദമാകുന്നത്, അതിനേക്കാൾ പ്രസക്തമായ ഈ ഗാന്ധിയെ ഒരുപക്ഷെ UK-യിലെ ആറ്റൻബറോ ഒരു സിനിമ ഉണ്ടാക്കിയതിന് ശേഷമാണ് അല്പമെങ്കിലും ലോകം അറിയാൻ തുടങ്ങിയത്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുന്നത് വന്ന് മോഡി നേരത്തെ പറഞ്ഞ മാതിരി വിളമ്പുന്ന. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദി ഇതിനകത്ത് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഈ വിഷയം മറ്റൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യാം.